വെൽക്കം ടു അപ്പച്ചൻ്റെ കലവറ. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ചെയ്യുന്നത് വൈൻ നമുക്ക് വീട്ടിൽ മുന്തിരി വൈൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ഒരു സംഭവമാണ്. 2-3 മാസം കഴിയുമ്പോഴത്തേന് ക്രിസ്മസ് ഒക്കെ വരുന്നു. അപ്പോൾ ക്രിസ്മസിന് കേക്കും വൈനും കൂടെ ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ഹോം മെയ്ഡ് വൈനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അത് ആർക്ക് വേണമെങ്കിലും കുടിക്കാവുന്ന, പിള്ളേർക്ക് വരെ കുടിക്കാൻ പറ്റുന്ന പരുവത്തിനുള്ള നല്ല വൈൻ ഉണ്ടാക്കിയെടുക്കാനാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത്, ഇതാദ്യമേ തന്നെ ഇവിടെ 1 കിലോ മുന്തിരിയുണ്ട്. ഇത് നല്ല ബ്ലാക്ക് സീഡ്ലെസ് ഗ്രേപ്സ് ആണ്, കറുത്ത കുരുവില്ലാത്ത മുന്തിരിയാണ്. ഇതിൻ്റെ ഈ സീഡ്ലെസ് മുന്തിരിക്ക് ഒരു കുഴപ്പമുണ്ട്. ഇതിൻ്റെ ദശ, അതായത് ഉള്ളിലുള്ള ആ ഇതെന്ന് പറയുന്നത് ഇച്ചിരി കട്ടിയാണ്. അപ്പോൾ നമ്മളിതിനെ ഇടുമ്പോഴത്തേനും ഒന്ന് പൊട്ടിച്ചായിരിക്കും ഇടുന്നത്, അതായത് കൈ കൊണ്ടൊന്ന് ഞെരടി പൊട്ടിച്ചങ്ങ് ഇടുക. അപ്പം 1 കിലോ മുന്തിരി, 1 കിലോ മുന്തിരിക്ക് 1 കിലോ പഞ്ചസാര, 1 കിലോ പഞ്ചസാര, പിന്നെ ഈ കാണുന്ന ഐറ്റംസാണ്. ഒരു 3-4 കഷ്ണം കറുവപ്പട്ട, നിങ്ങൾക്ക് കാണാം, അധികമൊന്നുമില്ല. 3-4 കഷ്ണം കറുവപ്പട്ട, ഒരു തക്കോലം, ഒരു ചെറുത്, ഒരു 4-5 ഏലക്ക, പിന്നെ ഇവിടെ ഒരു 5-6 ഗ്രാമ്പു, ഒരു 8-10 ഗ്രാമ്പു വരെ എടുക്കാം. അപ്പോൾ അതാണ് വേണ്ടത്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഈ മുന്തിരിയെ ഒന്ന് കഴുകി വാരി ഒരു പാത്രത്തിലാക്കി കൊണ്ടുവരാം. അപ്പോൾ അതിനു മുമ്പായിട്ട് ഞാനൊരു ചെറിയൊരു പാത്രത്തിൽ ചെറു ചൂടുവെള്ളം, ഒരു ശകലമേ ഉള്ളൂ, ചെറു ചൂടുവെള്ളം എടുത്ത് അതിൻ്റെ അകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതിനകത്തേക്ക് കുറച്ച് ഈസ്റ്റ് ഒരു ശകലം മതി, ഒരു നുള്ളു മതി, ഒത്തിരി ഇടണ്ട, ഒരു 1/4 ടീസ്പൂൺ പോലും ഇടണ്ട. അപ്പോൾ ഇതിനെ നമുക്കിന്ന് ഇതിനകത്തൊന്ന് അലിയിച്ച് വെക്കാം. അലിയിച്ച് വെച്ച് കഴിഞ്ഞത് കുറച്ച് കഴിയുമ്പോഴത്തേന് ഇത് നന്നായിട്ട് കുതിർന്ന് ജീവൻ വെച്ച് വരും. അപ്പോൾ ഇതിനെ നമുക്ക് നമ്മുടെ വൈനകത്തേക്ക് ചേർക്കാനുള്ളതാണ്. അപ്പോൾ അതുകൂടെ മാറിയിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ മുന്തിരി നമ്മൾ കഴുകി വാരി ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ ദശയ്ക്ക് ഇച്ചിരി കട്ടി കൂടുതലായതുകൊണ്ട് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ, പട്ട, തക്കോലം, ഏലക്ക, ഗ്രാമ്പു, ഇതെല്ലാം കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം നമുക്ക് 1 കിലോ മുന്തിരിക്ക് 1 കിലോ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 1 കിലോ പഞ്ചസാര ഉണ്ട്, അത് മുഴുവൻ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന നല്ല തിളച്ച വെള്ളം 2 ലിറ്റർ ഒഴിച്ച് കൊടുക്കുക. ഇത് ഞാൻ പറഞ്ഞ ഈ ദശയ്ക്ക് കട്ടിയുള്ള മുന്തിരി ആയതുകൊണ്ടാണ് ഈ തിളച്ച വെള്ളം ഒഴിക്കുന്നത്. അതല്ല, നമുക്ക് നാട്ടിൽ കിട്ടുന്ന സോഫ്റ്റായിട്ടുള്ള മുന്തിരി ആണെങ്കിൽ നമുക്ക് വാം വാട്ടർ ഒഴിച്ചാൽ മതിയാവും, ഒത്തിരി തിളച്ച വെള്ളം ഒഴിക്കേണ്ട. ഇതൊന്ന് ചെറുതായിട്ട് അതൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ചൂടുവെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ 2 ലിറ്റർ വെള്ളവും ഒഴിച്ചു. നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിന് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കൊരു 2 സ്പൂൺ പഞ്ചസാര കരിച്ച് ചേർത്ത് കഴിഞ്ഞാൽ അതിന് കളറ് കിട്ടും. അതല്ലെങ്കിൽ വേണമെങ്കിൽ ഫുഡ് കളർ ചേർക്കാം. ഞാനിതൊന്നും ചേർക്കാതെ നാച്ചുറൽ കളറിലാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മുന്തിരിയുടെ വൈൻ്റെ കളർ ഇച്ചിരി ലൈറ്റ് കളറായിരിക്കും. അപ്പോൾ നമുക്ക് അതിരുന്നൊന്ന് തണുത്ത് വരണം. തണുത്ത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ചൂട്, ഒരു ലൂക്ക് വാം സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ആ കലക്കി വെച്ചിരിക്കുന്ന ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുന്തിരി നമ്മൾ വെള്ളത്തിലിട്ടത് തണുത്ത് ചെറിയൊരു ചൂടേ ഉള്ളൂ. ഇപ്പോൾ വളരെ ചെറുതായിട്ടൊരു ചൂട് പോലെ, വലിയ ചൂടൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ കലക്കി വെച്ചിരുന്ന ഈസ്റ്റും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. അത് ചെറുതായിട്ട് നല്ല പതഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. അതിനെ കൂടെ നമുക്ക് ഇങ്ങോട്ടൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അലൂമിനിയം ഫോയിൽ വെച്ച് നല്ലൊന്ന് കവർ ചെയ്യുകയാണ് ഞാനതിനെ. നമുക്കിതിനെ
ഈ ചൈന ഭരണിയിലോ അല്ലെങ്കിൽ ഗ്ലാസ് ജാറിലോ ഒക്കെ ഇട്ട് വെക്കുന്നതാണ് നല്ലത്. ഇവിടെ എനിക്ക് അങ്ങനെയുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ സ്റ്റീലിൻ്റെ ഒരു പോട്ട് എടുത്തിട്ട് അതിനകത്താക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ഈ അടപ്പും കൂടെ വെച്ച് നന്നായിട്ട് സീൽ ചെയ്തിട്ട് നല്ല ചൂട് കിട്ടുന്ന സ്ഥലത്ത്, നാട്ടിലൊക്കെ ആണെങ്കിൽ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഈ തണുപ്പ് രാജ്യമായതുകൊണ്ട് ഞാനിത് ബോയിലർ റൂമിലാണ് കൊണ്ടുവെക്കാൻ പോകുന്നത്. അപ്പം പിന്നെ ഞാൻ ബോയിലർ റൂമിലോട്ട് മാറ്റാൻ പോവാണ്. ഇനി നമുക്കതിനെ ഒരു 15 ദിവസം കഴിയുമ്പോൾ ഒരാഴ്ച കഴിയുമ്പോഴത്തേനും ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് ഒരു 15 മുതൽ 20 ദിവസം വരെ 20 ദിവസം ഇരിക്കുന്നതാണ് നല്ലത്. 20ാമത്തെ ദിവസം നമുക്കതിനെ എടുത്ത് ഊറ്റിയെടുക്കാം. അപ്പോൾ ഓക്കെ. അപ്പോൾ നമ്മുടെ വൈൻ ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പം 21ാമത്തെ ദിവസമാണ്. അപ്പോൾ ഞാനതിനെ തുറന്നു. അപ്പോൾ അതിനെ നമുക്ക് ചെറുതായിട്ടൊന്ന് അരിച്ചെടുക്കാം. അരിക്കുമ്പോൾ അത് ഇളക്കാതെ അധികം ഷെയ്ക്ക് ചെയ്യാതെ വളരെ സൂക്ഷിച്ച് ഊറ്റിയെടുത്താൽ മതി. അപ്പോൾ അരിച്ച വൈനെ നമുക്ക് കുപ്പിയിലേക്ക് ആക്കി മാറ്റി വെക്കാം. അങ്ങനെ 1 കിലോ മുന്തിരിയിൽ നിന്ന് നമുക്ക് 4 കുപ്പി വൈൻ കിട്ടിയിട്ടുണ്ട്. 4 കുപ്പി വൈൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ബാക്കിയുണ്ട്. അത് ലാസ്റ്റ് മട്ടാണ്. ഇനിയിപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടെന്നൊന്നും അറിയണ്ടേ. ഇതാണ് നമ്മുടെ ഹോം മെയ്ഡ് വൈൻ. ഇതിനെ ഒന്ന് കുടിച്ചു നോക്കാം. ഓ സൂപ്പർ. ഇതാണ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും. ഓ ഇത് ഭയങ്കര സ്ട്രോങ് ആണ്. നല്ല കേട്ടോ. അടിപൊളി വൈനാണേ, അടിപൊളി. ഇതുപോലത്തെ 2 എണ്ണം കുടിച്ചാൽ മതി, ഞാൻ പൂസായി പോകും. ഇത് കേടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് അതായത് കുറച്ച് നാൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് കുറച്ച് റമ്മ് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ കേടാകാതിരുന്നോളും. ഇത് നമുക്കൊരു 1-2 മാസം വരെയൊക്കെ ഇങ്ങനെ ഇരുന്നോളും, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇരിക്കും തോറും അതിൻ്റെ ഇത് കൂടി വരുന്നേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഇപ്പം നമ്മുടെ ക്രിസ്മസിനൊക്കെ കേക്കിൻ്റെ കൂടെ വൈനായിട്ടൊക്കെ എടുക്കാനായിട്ട് നല്ല സൂപ്പർ സാധനമാണ്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ. താങ്ക് യു.